എല്ലാ കൂട്ടുകാരും മിസ്റ്റർ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലുണേറിയൻസിനെ എന്തിനാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ഇല്ലാതാക്കിയത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനുള്ള കാരണം അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അൽപ്പം ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കാൻ പോകുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200 ലൈക്സ് ആണ്. ഈ ടാർഗറ്റ് നിങ്ങൾ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ വൺ പീസിൽ നമ്മൾ ഇതുവരെ ഒരു ലുണേറിനെ മാത്രമാണ് കാണിച്ചത്. അത് നമ്മുടെ കിങ് ആണ്, നമ്മുടെ കായഡോൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ. നമ്മൾ കാണിച്ചിട്ട് കിങ് എത്രമാത്രം പവർഫുൾ ആണെന്ന്. അത് മാത്രമല്ല, നമ്മുടെ കിങ്ങിൻ്റെ പവേഴ്സും നമ്മൾ കാണിച്ചിട്ടുണ്ട്. വളരെ യൂണിക് ആയിട്ടുള്ള പവേഴ്സും നമ്മുടെ കിങ്ങിനുണ്ട്. നമുക്കറിയാം, നമ്മുടെ കിങ്ങിന് തൻ്റെ ബേക്കുള്ള ആ ഫ്ലെയിം കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കിങ്ങിനെ ഹാം ചെയ്യാന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ്. ഒരു തരത്തിലുള്ള ഡാമേജ് പോലും നമ്മുടെ കിങ്ങിന് ആ ടൈമിൽ കൊടുക്കാൻ പറ്റില്ല. ഇതിനുള്ള ആകെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കിങ് ഈ ഫയർ തൻ്റെ ബേക്കിൽ നിന്ന് പോക്കുമ്പോൾ നമ്മുടെ കിങ്ങിനെ ആർക്ക് വേണമെങ്കിലും ഡാമേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സ്പീഡും ഇൻക്രീസ് ആകും. അപ്പോൾ ഇത്രയും പവേഴ്സൊക്കെ നമ്മുടെ കിങ്ങിന് ഒരു ഡെവിൾ ഫ്രൂട്ട് പോലും ഇല്ലാതെ ഉണ്ട്. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റേസാണ് നമ്മുടെ ഈ ലുണേറിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനായിരിക്കും നമ്മുടെ ഈ ലുണേറിയൻസിനെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് എറേസ് ചെയ്ത് കളഞ്ഞത്? അതിനുള്ള ഒരു കാരണം നമ്മുടെ ലുണേറിയൻസ് നമ്മുടെ ജോയ് ബോയുടെ ഫോളോവേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ലുണേറിയൻസിനെ ഇല്ലാതാക്കിയതെന്ന് നമുക്ക് വേണേൽ പറയാം. എന്നാൽ ഒരു പക്ഷേ ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ടെങ്കിലോ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കോങ്കറർ ഹാക്കി ഉപയോഗിച്ചിട്ട് നമ്മുടെ 5 എൽഡേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഹോളി നൈറ്റ്സിൻ്റെ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇമ്മോർട്ടാലിറ്റി ഇല്ലാതാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവർക്കൊക്കെ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് ഈ കോൺഗ്രസ് ആക്കിയുള്ള ആൾക്കാരെയൊക്കെ വളരെ പേടിയാണ്. നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ലൂഫി, അതുപോലെ തന്നെ ഡോഫ്ലമിംഗോ, കായ്ഡോ, ബിഗ് മാവ്, വൈറ്റ് ബിയഡ്, അതുപോലെ തന്നെ ഗാർപ്പ്, ഒരുപാട് ക്യാരക്ടേഴ്സിന് നമ്മുടെ കോൺഗ്രസ് ആക്കി യൂസ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം ഈ കോങ്കറർ ഹാക്കി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ്. അപ്പോൾ ഒരു പക്ഷേ ഈ കോങ്കറർ ഹാക്കി പോലെ തന്നെ നമ്മുടെ ലുണേറിയൻസിൻ്റെ ഫ്ലെയിം ഉപയോഗിച്ച് ഒരു പക്ഷേ നമ്മുടെ 5 എൽഡേഴ്സിന് ഡാമേജ് ചെയ്യാൻ പറ്റുമെങ്കിലോ, അല്ലെങ്കിൽ അവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് കൊടുക്കാൻ പറ്റുമെങ്കിലോ, ഒരു പക്ഷേ ഇതായിരിക്കുമോ അവർ നമ്മുടെ ലുണേറിയൻസിൻ്റെ റേസ് മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ കാരണം. ഒരു പക്ഷേ ഇതാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാം, നമ്മുടെ സാഞ്ചിക്ക് കോൺഗ്രസ് ആക്കി ഇല്ല. ഇനി ഒരു പക്ഷേ ഫ്യൂച്ചറിൽ എവേക്കൻ ചെയ്തേക്കാം. ഇനിയിപ്പോൾ എവേക്കൻ ചെയ്തില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സാഞ്ചി നമ്മുടെ ഫൈനൽ വാറാകുമ്പോൾ നമ്മുടെ ഈ ടോപ്പ് ടിയേഴ്സ് ഫൈറ്റേഴ്സിനൊക്കെ ഈ റീജനറേഷൻ എബിലിറ്റി ഉണ്ട്. ഇവരായിട്ട് ഒന്നും ഫൈറ്റ് ചെയ്യില്ലേ? അതിനുള്ള ഉത്തരം മറ്റൊന്നല്ല, നമ്മുടെ സാഞ്ചി തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സാഞ്ചി കോൺഗ്രസ് ആക്കി ഇവയ്ക്കും ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഫൈറ്റ് ചെയ്യുക? ഇതിനുള്ള ഉത്തരം ഒരു പക്ഷേ നമ്മുടെ സാഞ്ചിയുടെ കാലിൽ നിന്ന് നമുക്കറിയാം ഫ്ലെയിംസ് ഉണ്ടാകാറുണ്ട്. ഒരു പക്ഷേ ഇത് നമ്മുടെ ലുണേറിയൻസിൻ്റെ ദേഹത്ത് ഉണ്ടാകുന്ന അതേ ഫ്ലെയിം ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സാഞ്ചിയുടെ ജനറ്റിക് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ജർമ്മ വളരെയധികം മോഡിഫൈ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ജനറ്റിക്കാണ് നമ്മുടെ സാഞ്ചിക്കുള്ളത്. ഒരു പക്ഷേ നമ്മുടെ സാഞ്ചിയുടെ കാലിൽ നിന്നുണ്ടാകുന്ന ആ ഫ്ലെയിംസ് ഒരു പക്ഷേ നമ്മുടെ ലുണേറിയൻസിൻ്റെ ഫ്ലെയിംസ് ആണെങ്കിലോ, ഒരു പക്ഷേ നമ്മുടെ സാഞ്ചിക്ക് ഈ ഫ്ലെയിംസ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് കൊടുക്കാൻ പറ്റുമെങ്കിലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ സാഞ്ചിക്ക് ഇതുവരെ കോൺഗ്രസ് ആക്കി കിട്ടുന്നതിനെക്കുറിച്ച് എവിടെയും മെൻഷൻ പോലും ചെയ്യാതിരുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഹോളി നൈറ്റ്സിൻ്റെയും 5 എൽഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇമോസാമയുടെ ഒക്കെ റീജനറേഷന് എതിരായിട്ടുള്ള ഒരു പെർഫെക്റ്റ് കൗണ്ടർ ആയിരിക്കാം നമ്മുടെ സാഞ്ചിയുടെ ഈ ഫ്ലെയിംസ്. അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ നമ്മുടെ ലുണേറിയൻസിനെ ഇല്ലാതാക്കാനുള്ള കാരണവും ഇത് തന്നെയായിരിക്കും. അവരുടെ വീക്ക്നെസ് ആയിരിക്കും നമ്മുടെ ലുണേറിയൻ ഫ്ലെയിം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു ഡേ കാണുന്നത് ബൈ ബൈ.